ഇവിടെ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പുതുതലമുറകളെല്ലാം തന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. പഴയകാല കർഷകരെല്ലാം തന്നെ ആ പഴമയിലുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ നിലനിർത്തി അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നിങ്ങനെ തോന്നിപ്പോകും. ആ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ഒരുപാട് പ്രകൃതിരമണീയമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പാണ് എന്നെ ഈ ഒരു പ്രദേശത്ത് കൂടി കടത്തിവിട്ടത്. അനന്തപുരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഗൂഗിൾ മാപ്പ് വഴി പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കാളയുടെ കാലിലെല്ലാം തന്നെ കവറെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ ചളി കാര്യങ്ങളൊന്നും അതിൻ്റെ കാലിലേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നിങ്ങനെ തോന്നിപ്പോയി. പിന്നീട് നമ്മൾ എത്തിയത് ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഗ്രാമത്തിൻ്റെ ആ ഒരു വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ഇവിടങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിൽ കൂടി വരും കാലങ്ങളിൽ ഇതെല്ലാം മാറി മറിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഇതുപോലത്തെ കാഴ്ചകളാണ് മിക്കവാറും കാണാൻ സാധിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് വീടുകളെല്ലാം തന്നെ ഈ ഒരു ഏരിയയിൽ കടപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആ കടപ്പകല്ലാണ് ഇവിടെ കൂടുതലായിട്ടും കിട്ടുന്നത്, അതുകൊണ്ടായിരിക്കാം എന്നിങ്ങനെ തോന്നിപ്പോയി. പിന്നെ ഇഷ്ടിക വലിപ്പത്തിലുള്ള കരിങ്കല്ലുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും ഈ ഒരു വീട് കയറ്റുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മതിലിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടപ്പ് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് മതിൽ കെട്ടിയതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് മതിലിങ്ങനെ അട്ടി വെച്ചിട്ട് ഇഷ്ടിക പടുക്കുന്നത് പോലെ ചെയ്തതും അതുപോലെ ആ ഒരൊറ്റ പീസ് ഇങ്ങനെ കുത്തനെ നിർത്തിയിട്ട് വെച്ചതൊക്കെ ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കൃഷിയുടെ സമൃദ്ധിയേറിയ ഭൂമിയാണ് ആന്ധ്രാപ്രദേശ്. എവിടെ നോക്കിയാലും കൃഷി സംബന്ധമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് പുകയില കൃഷിയാണ്. ആ ഒരു സൈഡിലാണെങ്കിലും ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകൾക്കിടയിലൂടെ നമ്മൾ പോകുമ്പോൾ കണ്ണെത്താ ദൂരം ഇതുപോലെ പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട ഏരിയകളുമാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. വീടുകളെല്ലാം തന്നെ ഉള്ള സ്ഥലങ്ങളിൽ ഒരു 300 വീട് 400 വീട് ഒരുമിച്ച്, പിന്നീട് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ, അതായത് ജനവാസം ഒരു മേഖലയിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് ഒരു കർഷക സമൃദ്ധിയുടെ ഒരു ഗ്രാമത്തിലേക്കാണ്. അതായത് പണ്ടത്തെ ജന്മി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, കുറേ ആളുകൾ കർഷകരായിട്ട് പിന്നെ പാടത്തെല്ലാം വറക്കെടുത്ത ആളുകൾക്ക് പോകുന്ന സമയത്ത് നെല്ല് കൊടുത്തയക്കുക, അങ്ങനത്തെ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി നമുക്കിവിടെ ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ജന്മിമാരായിട്ടുള്ള ആളുകളുടെ വീടുകൾ കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം വലിപ്പമുള്ളതായിട്ടും പിന്നെ കർഷകരായിട്ടുള്ള ആളുകളുടെ കുടിലുകളിലേക്കെല്ലാം നമുക്ക് നോട്ടൊക്കെ എത്തുന്നുണ്ട് ഈ ഒരു പോക്കിൽ. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. ഒരു ഗ്രാമം മൊത്തത്തിൽ കർഷകരുടെ ചെറിയ ചെറിയ കുടിലുകളും, പിന്നീട് നമ്മൾ എത്തിപ്പെട്ട ഗ്രാമം അത്യാവശ്യം വലിപ്പമുള്ള വീടുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഇവരിതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകത. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉള്ള ആളുകൾക്ക് ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്, ഇല്ലാത്തവർക്കില്ല. ഇല്ലാത്തവർ പിന്നെ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള കാഴ്ചകളാണ്. പിന്നീട് ഈ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ സ്കൂളാണ്. സ്കൂളിൻ്റെ മതിലുകളിലെല്ലാം തന്നെ മനോഹരമായിട്ട് മഹാത്മാക്കളുടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം തന്നെ കാണാം.